നമസ്കാരം. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റ് ഏറെക്കുറെ സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് കാഴ്ചവെച്ചതെങ്കിലും അവസാന മണിക്കൂറിൽ വന്ന ബൈയിങ് മൊമെൻറ്റം മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് ബുള്ളിഷായി നിലനിർത്തുകയും നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യാൻ സഹായിക്കുകയും ചെയ്തു. ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തതോടുകൂടി മാർക്കറ്റ് എല്ലാ മൂവിംഗ് ആവറേജ് റേഞ്ചുകൾക്കും മുകളിലേക്ക് വരികയും മാർക്കറ്റിൻ്റെ ബുള്ളിഷ് മൊമെൻറ്റം ഷോർട്ട് ടൈമിൽ നിലനിൽക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ 25,700 ആയിരിക്കും പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. വരും ദിവസങ്ങളിൽ 26,000, 26,100, 26,200 തുടങ്ങിയ റെസിസ്റ്റൻസ് സോണുകളെ മാർക്കറ്റ് ടച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പെർഫോമൻസ് ഇയർ ഓൺ ഇയറിൽ മോശമാണ്. റവന്യൂ 13% ഇടിയുകയും എബിറ്റ 9,478 കോടി രൂപയുടെ പ്രോഫിറ്റിൽ നിന്നും 1,043 കോടി രൂപയുടെ ലോസിലേക്ക് എത്തുകയും ചെയ്തു. റവന്യൂ 83,656 കോടിയിൽ നിന്നും 72,349 കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു. കമ്പനിയുടെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചതായിട്ട് കാണുന്നുണ്ട്. അതിന് പിന്നിലെ പ്രധാന കാരണം എക്സെപ്ഷണൽ ഗെയിനും ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷണൽസിൽ നിന്നും ലഭിച്ച നെറ്റ് പ്രോഫിറ്റുമാണ്. സീമെൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടും അത്ര മികച്ചതല്ല. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 41% ഇടിഞ്ഞ് 831 കോടിയിൽ നിന്നും 485 കോടിയിലേക്ക് എത്തി. എബിറ്റ 13% വർദ്ധിച്ച് 545 കോടിയിൽ നിന്നും 617 കോടിയിലേക്ക് ഉയർന്നപ്പോൾ റവന്യൂ 16% വർദ്ധിച്ച് 4,487 കോടിയിൽ നിന്നും 5,171 കോടിയിലേക്ക് എത്തി. അയണോക്സ് വിൻഡിൻ്റെയും അയണോക്സ് ഗ്രീനിൻ്റെയും ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട്. അയണോക്സ് വിൻഡിൻ്റെ റവന്യൂ 52% വർദ്ധിച്ചു. എബിറ്റ 37% വർദ്ധിച്ചു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 25 കോടിയിൽ നിന്നും 91 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഗ്ലെൻമാർക്ക് ഫാർമ എന്ന സ്റ്റോക്ക് മികച്ച ക്വാർട്ടർലി റിസൾട്ടാണ് കാഴ്ചവെച്ചത്. നെറ്റ് പ്രോഫിറ്റ് 72% വർദ്ധിച്ച് 384 കോടിയിൽ നിന്നും 610 കോടിയിലേക്ക് എത്തിയപ്പോൾ മാർജിൻ 17% നിന്നും 39% ഉയരുകയും എബിറ്റ 602 കോടിയിൽ നിന്നും 2,360 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. കമ്പനിയുടെ റവന്യൂ 76% വർദ്ധിച്ച് 3,434 കോടിയിൽ നിന്നും 6,047 കോടിയിലേക്ക് എത്തി. അയണോക്സ് ഗ്രീനിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 55% വർദ്ധിച്ചെങ്കിലും എബിറ്റ 53% ഇടിഞ്ഞ് 18.6 കോടിയിൽ നിന്നും 8.6 കോടിയിലേക്ക് എത്തി. എന്നാൽ നെറ്റ് പ്രോഫിറ്റ് 6 കോടിയിൽ നിന്നും 27 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മോശമാണ്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 37% ഇടിഞ്ഞു. ഓപ്പറേറ്റിംഗ് ലോസ് 276 കോടി രൂപയുടെ പ്രോഫിറ്റിൽ നിന്നും 3.3 കോടി രൂപയുടെ ലോസിലേക്ക് എത്തി. പ്രൊവിഷൻ എമൗണ്ട് ഉയരുകയും അസറ്റ് ക്വാളിറ്റി ഡിറ്റോറിയേറ്റ് ആവുകയും ചെയ്തു. ഗ്രോസ് NPA 11.4 നിന്നും 12.42 ഉയരുകയും നെറ്റ് NPA 5% നിന്നും 5.02% ക്വാർട്ടർ ടു ക്വാർട്ടർ ഉയരുകയും ചെയ്തു. ഫിനോടെക്സ് കെമിക്കൽ എന്ന സ്റ്റോക്കും മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് ഫോക്കസിലാണെങ്കിലും ക്വാർട്ടർലി റിസൾട്ട് മോശമാണ്. നെറ്റ് പ്രോഫിറ്റ് 18% ഇടിഞ്ഞ് 31 കോടിയിൽ നിന്നും 26 കോടിയിലേക്ക് എത്തി. മാർജിൻ 25% നിന്നും 22% ഇടിയുകയും എബിറ്റ 15% ഇടിഞ്ഞ് 36 കോടിയിൽ നിന്നും 31 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. റവന്യൂ 5% ഇടിഞ്ഞ് 146 കോടിയിൽ നിന്നും 138 കോടിയിലേക്ക് എത്തി. മാക്സ് ഹെൽത്ത് കെയറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 25% വർദ്ധിച്ച് 1,707 കോടിയിൽ നിന്നും 2,135 കോടിയിലേക്ക് എത്തി. നെറ്റ് പ്രോഫിറ്റ് 75% വർദ്ധിച്ച് 282 കോടിയിൽ നിന്നും 491 കോടിയിലേക്ക് എത്തുകയും മാർജിൻ 26.4% നിന്നും 26.9% ഉയരുകയും ചെയ്തു. V2 റീറ്റെയിലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 18 കോടി രൂപയുടെ ലോസിൽ നിന്നും 17 കോടി രൂപയുടെ പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. 8% നിന്നും 12% പ്രോഫിറ്റ് ഉയർന്നതും എബിറ്റ 31 കോടിയിൽ നിന്നും 85 കോടിയിലേക്ക് മെച്ചപ്പെട്ടതും റവന്യൂ 86% വർദ്ധിച്ച് 380 കോടിയിൽ നിന്നും 709 കോടിയിലേക്ക് ഉയർന്നതും സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. അശോക് ബിൽഡ്കോണിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 82% ഇടിഞ്ഞ് 487 കോടിയിൽ നിന്നും 78 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 25.6% ഇടിയുകയും എബിറ്റ 35% ഇടിഞ്ഞ് 905 കോടിയിൽ നിന്നും 585 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. വാല്യൂ ഫോർജിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 35% വർദ്ധിച്ച് 48 കോടിയിൽ നിന്നും 65 കോടിയിലേക്ക് എത്തി. എബിറ്റ 27% വർദ്ധിച്ച് 65 കോടിയിൽ നിന്നും 82 കോടിയിലേക്ക് മെച്ചപ്പെട്ടു. റവന്യൂ 34% വർദ്ധിച്ച് 223 കോടിയിൽ നിന്നും 300 കോടിയിലേക്ക് എത്തി.
രാജേഷ് എക്സ്പോർട്ടിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ എബിറ്റയിൽ 129% വർധനവുണ്ടായി. നെറ്റ് പ്രോഫിറ്റ് 128% വർദ്ധിച്ചു. റവന്യൂ 161% വർദ്ധിച്ചു. റവന്യൂ 66,923 കോടിയിൽ നിന്നും 1,70,75,221 കോടിയിലേക്ക് ഉയർന്നപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 46 കോടിയിൽ നിന്നും 101 കോടിയിലേക്ക് ഉയരുകയും കമ്പനിയുടെ എബിറ്റ 77 കോടിയിൽ നിന്നും 176 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് രാജേഷ് എക്സ്പോർട്ട് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. കോട്ടക് മഹീന്ദ്ര ബാങ്ക് സ്റ്റോക്ക് സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടി നവംബർ 21 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കോട്ടക് മഹീന്ദ്ര ബാങ്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. ഇന്ത്യ ഹോട്ടൽസ് സ്പർശ് ഇൻഫോടെക്സിൻ്റെ 51% സ്റ്റേക്കുകൾ 240 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തതുകൊണ്ട് ഇന്ത്യ ഹോട്ടൽസും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. ഫാബ്ടെക് എന്ന കമ്പനിക്ക് സൗദി അറേബ്യയിൽ നിന്നും 69 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. അതുകൊണ്ട് ഫാബ്ടെക് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ഗോദാവരി പവർ എന്ന കമ്പനി അതിൻ്റെ സബ്സിഡറി കമ്പനിയായ ഗോദാവരി ന്യൂ എനർജിയിൽ 300 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി 250 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പ്ലാന്റ് ഛത്തീസ്ഗഡിൽ സ്ഥാപിച്ചേക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഗോദാവരി പവർ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. റിന്യൂവബിൾ എനർജി സെക്ടറിലെ വാരി എനർജിയും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. സോളാർ മൊഡ്യൂൾ ലൈൻ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയുടെ കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ഗുജറാത്തിൽ ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് വാരി എനർജി മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുക. ക്വാർട്ടർലി റിസൾട്ട് മോശമായതിനെ തുടർന്ന് അശോക് ബിൽഡ്കോൺ എന്ന കമ്പനിക്ക് MMRDAയുടെ 288 കോടി രൂപയുടെ പ്രൊജക്റ്റും അഡ്മിനിസ്ട്രേറ്റീവ് റീസൺ വഴി നഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് ക്വാർട്ടർലി റിസൾട്ട് പോയിന്റ് ഓഫ് വ്യൂവും പ്രോജക്റ്റ് നഷ്ടപ്പെട്ടതിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവും അശോക് ബിൽഡ്കോൺ എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. കൂടാതെ ഐഡിയ ഫോർജ് ടെക് എന്ന കമ്പനിക്ക് ടാക്ടിക്കൽ ക്ലാസ് UAV സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 75 കോടി രൂപയുടെ ഓർഡർ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ആംബർ എൻ്റർപ്രൈസസ് എന്ന കമ്പനി ഷോഗ്നി ടെക്നോ ആർട്ട് എന്ന കമ്പനിയുടെ കൺട്രോളിംഗ് സ്റ്റേക്കുകൾ അക്വയർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. ഓല ഇലക്ട്രിക് ഭാരത് സെൽ പവേർഡ് വെഹിക്കിൾസിൻ്റെ ടെസ്റ്റ് റൈഡ് ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഓല ഇലക്ട്രിക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. IGL CNGക്ക് മുകളിലുള്ള വില 1 രൂപ പെർ കിലോഗ്രാം എന്ന റേറ്റിൽ ഉയർത്തിയതിനെ തുടർന്ന് IGL എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാം. AMR എയർപോർട്ട് ഒക്ടോബർ മാസത്തെ എയർ ട്രാഫിക് ഡാറ്റ പുറത്തുവിട്ടിട്ടുണ്ട്. ആനന്ദ് രാജ് എന്ന കമ്പനി ഡാറ്റാ സെൻറ്റർ ആൻഡ് IT പാർക്ക് ഡെവലപ്മെൻറ്റിന് വേണ്ടി 4,500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആന്ധ്രാപ്രദേശിൽ നടത്താൻ സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.